ആളുടെ കാലിന്റെ അവസ്ഥ കണ്ടിട്ടില്ലേ? എന്താല്ലേ, നമുക്ക് പറ്റുമോ? ഒരു മനുഷ്യന് പറ്റുമോ അങ്ങനെ? ആള് സത്യം പറഞ്ഞ എന്താ പറയാ, ഒരു ജിന്നാണ്, ഒരു സൂപ്പർമാൻ ആണ്. അത് നമ്മൾ സമ്മതിക്കുന്ന വേണം. അത്രയും വേദന സഹിച്ചിട്ടാണ് ആള് കളിക്കുന്നത്. എല്ലാ ഫാൻസുകാരും കളി കണ്ടിട്ടുണ്ടാവും. ആ 76ാമത്തെ മിനിറ്റിലാണ് നമ്മുടെ നെയ്മർ ഇറങ്ങണത്. ആ ഇറങ്ങുമ്പോ എന്റെ മനസ്സിൽ ഒരേ സമയത്ത് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ ഉപരി എനിക്ക് സങ്കടമാണ് തോന്നിയത്. നമ്മള് ഫാൻസ് തമ്മിൽ, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ഫാൻസ് തമ്മിൽ പല സംസാരം ഉണ്ടാവും. അതിന്റെ ഇടയിൽ എനിക്ക് നെയ്മറിനെ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, എനിക്ക് നെയ്മർ ഒന്ന് ഊതിയാൽ മതി ആള് വീടുന്നുള്ളത്. ഇത് പറഞ്ഞാൽ ഭയങ്കര സങ്കടാക്കി. കാരണം 45ഓളം ഇഞ്ചുറികൾ അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടാണ് ആ രാജ്യത്തിനും അവരുടെ ടീമിനും നമ്മൾ ഫാൻസിന്റെ വേണ്ടി ആള് കളിക്കുന്നത്. ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് തന്നെ റൊണാൾഡോ, എംബാപ്പ, നെയ്മർ, മെസ്സി ഇവരൊന്നും ഇല്ലാത്ത കളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതില്ല പറഞ്ഞാൽ നമ്മൾ ചെക്കനൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, നെയ്മറൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നായിരുന്നു. ഇല്ല, എല്ലാവരും ഗോൾ അടിച്ചു. മെസ്സി അടിച്ചു, എന്താ പറയാ, റൊണാൾഡോ അടിച്ചു, എല്ലാവരും അടിച്ചു. പക്ഷെ നെയ്മർ അടിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അവനൊന്ന് ഇറങ്ങി കണ്ടാൽ മതി, അവനൊന്ന് കളിച്ച് കണ്ടാൽ മതി, അത്രയും മതി ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങള് ബ്രസീൽ ഫാൻസിനെ നെയ്മർ ഒറ്റ ഗോളും അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തളർത്താൻ നിൽക്കണ്ട. നിങ്ങളെ കൊണ്ട് ആവില്ല തളർത്താൻ. കാരണം അവൻ ഇറങ്ങിയാൽ മതി എന്നൊരു സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഫാൻസ്. ഓക്കെ, അപ്പൊ ബൈ.